പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി പോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ? ജോലി ചെയ്യുക, അവനവൻ്റെ ജോലി ചെയ്യുക, വീട്ടിൽ പോവുക. അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്യരുത്. ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, ജോലി ചെയ്യുക, വീട്ടിൽ പോവുക, അത് മാത്രം മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാത്രി രാവിലെ 7:30 വരും. കേരളത്തിൽ എവിടെയെങ്കിലും 7:30 പഠിത്തം തുടങ്ങുന്ന സ്കൂളുണ്ടോ? ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും. മക്കളോട് പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഈ പുഴയോരത്ത് ഇരുന്ന് പഠിക്കാനുള്ള. ഓക്കെ, ഉണ്ണിമാഷിന്റെ ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആരെയോ അതിനൊരു AI-യുടെ ഒരു ക്രിയേഷനൊക്കെ ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു. ഈ ഒരു ശബ്ദത്തിനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഒക്കെയാണ് ആ മറ്റോടത്തെ മകൻ റിനോയ് എന്ന് പറയുന്ന ആള് വളരെ മോശപ്പെട്ട രീതിയിൽ റിയാക്ട് ചെയ്തത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ണീരോട് കൂടി അല്ലാതെ നമുക്കിത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉണ്ണിമാഷ് കൂടാതെ വേറൊരു മാഷ് ആ സ്കൂളിൽ നിന്നും ഇത് പോകുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങള് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഉമ്മയൊക്കെ കൊടുത്ത് മുത്തമെല്ലാം കൊടുത്ത് വളരെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അവിടുന്ന് അദ്ദേഹത്തിന് യാത്ര അയക്കുന്ന ഒരു വീഡിയോ ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 32 കുട്ടികൾ മരണപ്പെടുകയും ഒരുപാട് കുട്ടികളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് ഈ മുണ്ടക്കയം സ്കൂളിൽ. എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഉള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുക. ആ ഒരു സമയത്ത് പോലും കുറെ തന്തയില്ലാത്ത മറ്റേ കഴിവേറികൾ വളരെ മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം കമന്റുകൾ ഇടാൻ തോന്നുന്നത് എന്നുള്ളതാണ് എനിക്ക് എന്താ പറയുക ഇതിന്. നിങ്ങൾ ഈ ഒരു ക്ലിപ്പിംഗ് കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു അധ്യാപകനെ അവിടെയുള്ള കുട്ടികൾ യാത്ര അയപ്പിക്കുന്നതാണ്. ഒന്ന് കാണാം. കൂടുതലായിട്ടത് കാണിക്കാൻ തോന്നുന്നില്ല. ഈ ഒരു ക്ലിപ്പ് വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇട്ടൊരു കമന്റാണ്, ഈ അധ്യാപകൻ ഇത് ഏത് രീതിയിലാണ് ഇപ്പോൾ കാണുന്നുണ്ടാവുക, അദ്ദേഹം ഇത് എങ്ങനെ എടുക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ വീഡിയോ കണ്ട് അദ്ദേഹം എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കമന്റ് ഇടുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ദുരന്ത സമയത്ത് മേപ്പാടിയിലുണ്ട്. അദ്ദേഹത്തിന് ഫാമിലിയൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം നിൽക്കുന്ന ഭാഗത്തേക്കല്ല ഉരുൾപൊട്ടിയത്, വേറെ ഒരു ദിശയിലാണ് ഉരുൾപൊട്ടുന്നത്. ആ ഉരുൾപൊട്ടലോട് കൂടിയിട്ട് അദ്ദേഹം പഠിപ്പിച്ചതും അദ്ദേഹം ആ സ്കൂളിലുള്ള ഒരുപാട് സ്നേഹനിധികളായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടു. ആ ഒരു സമയത്ത് അദ്ദേഹം മാതൃഭൂമി ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ഒരു ബൈറ്റ് ആണെന്ന് കാണാം. അന്ന് പുലർച്ചെ തൊട്ട് പലരെയും വിളിക്കാൻ തുടങ്ങിയതാണ്. പലരും സ്വിച്ച് ഓഫ്, പലരും പരിധിക്ക് പുറത്ത്, കുറച്ച് പേര് മാത്രം സേഫാണ് സാറേ എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. അന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കുട്ടികളെ തിരഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സ്ഥലമായിരുന്നു. അത്രയും വയനാട്ടിൽ തന്നെ ഏറ്റവും, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടുത്തെ ജനങ്ങളെല്ലാം അത്രയും നിഷ്കളങ്കരായിരുന്നു സാറേ. അവിടുത്തെ കുട്ടികൾ അത്രയും സ്നേഹനിധികളായ കുട്ടികളായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ മൊത്തത്തിൽ തുടച്ചു നീക്കാനാണ് അത് അങ്ങനെ ആക്കിയത് എന്ന് അറിയില്ല. അധ്യാപകന്റെ വാക്കുകളാണ്. ശരിക്കും അത്രയും മനോഹരമായിട്ടുള്ള ആ സ്കൂള് അങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ അത്ര സ്നേഹനിധിയുള്ള ആളുകളായിട്ട് ജനിക്കുന്നത് അത് പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ള ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞ നെഞ്ചത്ത് തറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളലാണ് നെഞ്ചിനകത്ത്, അല്ലേ? ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും പറയട്ടെ, മുണ്ടക്കയം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണൊക്കെ കണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഇവിടെയൊക്കെ കുഴിഞ്ഞു കിടക്കുക, ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ, അതായത് ആ അധ്യാപകന്റെ വാക്ക്, അതുപോലെ അവിടെയുള്ള അമ്മമാരുടെ വാക്കുകൾ, ഇതൊക്കെയാണ് മനസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളെ തകർക്കുന്നുണ്ട്. അപ്പൊ ആ ഉറ്റവരെയും സുഹൃത്തുക്കളെയും കുടുംബക്കാരെയും എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
അപ്പൊ അവരെ ചേർത്ത് പിടിക്കേണ്ട നമ്മള്, അവർക്ക് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് നമ്മൾ. കാരണം അവര് നമ്മളിലെ ഒരാളാണ് എന്നുള്ള ഒരു ബോധം വേണം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ നികൃഷ്ട ജീവികളായിട്ടുള്ള ആളുകൾ ഈ മറ്റേടത്ത് ഒരു കമന്റ് ഇടുന്നത് എന്നുള്ളതാണ്. മുലപ്പാലിന്റെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ആളുകൾ വൃത്തികേടുകൾ കമന്റ് ചെയ്യുന്നത്. ആ കമന്റുകളൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കമന്റ് ഇട്ട ആളുകൾ എങ്ങനെയാണ് ശരിക്കും അവരെയൊക്കെ വീട്ടിനകത്ത് നമ്മൾ നിൽപ്പിക്കുക എന്നുള്ളത്. അതായത് അവരുടെ ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ഇവരെങ്ങനെയാണ് വീട്ടിൽ നിർത്തുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ അവരെ ശരിക്ക് സൂക്ഷിക്കണം എന്നുള്ളതാണ്. വളരെ മോശപ്പെട്ട രീതിയിലാണ് ആ കമന്റുകളൊക്കെ ഇട്ടത്. ശരിക്കും ഈ വയനാട് മേപ്പാടി എന്ന സ്ഥലത്തിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഈ ഒരു ക്ലിപ്പിലൂടെ ഒന്ന് കണ്ടു നോക്കൂ. മുന്നെയും പിന്നെയും ഉണ്ടായ അവസ്ഥ ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലേ, അതിമനോഹാരിത. ഒറ്റ നിമിഷം കൊണ്ടാണ് അതൊക്കെ നഷ്ടപ്പെട്ടതൊക്കെ തകർന്ന് തരിപ്പണമായത് എന്നുള്ളതാണ്. ഒരു നാടൊന്നാകെ മണ്ണിന്റെ അടിയിൽ പോയിട്ടോ. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ശരിക്കും പറയാം, നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വയനാട്ടിൽ വന്നതിനേക്കാളും വലുതാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ശരീരത്തിന്റെ പകുതി ഭാഗങ്ങൾ മാത്രം കിട്ടിയ, തല ഇല്ലാത്ത ശരീരങ്ങൾ, അതുപോലെ എന്താ പറയാ, ഒരുപാട് ആളുകളെ മറവ് ചെയ്തത് ആരാണ് അവര് എന്ന് ആർക്കും അറിയാത്ത അവസ്ഥയാണ്. ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാട്ടിലുള്ള ഒരു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ആ സ്കൂളിലെ അധ്യാപക പോകുന്ന ഒരവസ്ഥയുണ്ട്, കുട്ടികളുടെ ബോഡി തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ. അവരുടെയൊക്കെ ആ ഒരു സമയത്തെ മനോവിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊന്നും ഒരിക്കലും, എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നമുക്കൊന്നും അത് താങ്ങാൻ കഴിയുന്നത്. എനിക്കൊരിക്കലും താങ്ങാൻ കഴിയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇമോഷണൽ ആയിട്ട് തകർന്നു പോകും. കാണുമ്പോ അവൻ വലിയൊരാളാണ്, ജിമ്മനാണെന്നൊക്കെ പറയും ചില ആളുകൾ എന്നെയൊക്കെ കാണുമ്പോൾ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ വിഷമങ്ങളാണെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. ആ നാട്ടിലുള്ള 4 പയ്യന്മാര്, അതിൽ 4 പയ്യന്മാര് ബാംഗ്ലൂരിൽ ജോലിക്ക് പോയിരുന്നവരാ. അവർ ഈ ഒരു സംഭവം അറിഞ്ഞ് നാട്ടിൽ വരുന്നു. പക്ഷെ അവർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ അവിടെയുള്ള സുരക്ഷാ പ്രവർത്തകർ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവർ ഈ ഒരു കാര്യമായി വന്നപ്പോൾ ഈ 24 ന്യൂസിൽ അയാൾ കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ട്, ഒന്ന് കേൾക്കാം. ഉണ്ടൊക്കെ ഇപ്പോൾ എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാളെ പോലും കാണില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ 5 പേരെ കാണുന്നില്ല. അതിൽ 2 പേരുടെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി 3 പേര് ഇപ്പോഴും അവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്താ പറയുക, ഇവിടെ പുറത്ത് ഞങ്ങൾ വീടിന് മുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു നിരന്ന ഭൂമിയാണ്. അവിടെ എങ്ങനെ നിൽക്കുന്ന ഒരു പിടുത്തവും. അമ്മയൊക്കെ സേഫ് അല്ലേ? അവരൊക്കെ ഈ ഒച്ചപ്പാടും കേട്ട് രാത്രി കാട്ടിൽ ഇറങ്ങി ഓടിയോണ്ട് അവർ രക്ഷപ്പെട്ടു. വീട്ടിൽ ദൈവം സഹായിച്ച അച്ഛനും അമ്മയ്ക്കൊന്നും പ്രശ്നമില്ല. കൂട്ടുകാരും കുടുംബക്കാരൊക്കെയാണ് പോയത്. എൻ്റെ കോണ്ടാക്റ്റിൽ തന്നെ പകുതി ആൾക്കാർ ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ എവിടെ പോയെന്ന് എന്തോന്നൊന്നും അറിയില്ല. ആകെ അവസ്ഥയിലാണ് ഞങ്ങൾ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നെഞ്ചൊക്കെ നീറുക. എൻ്റെ കോണ്ടാക്റ്റിലുള്ള പകുതി ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ഈ ഒരു തൊണ്ടയുടെ ഭാഗം ഇങ്ങനെ ഇടറുക, ഇതിങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്നുണ്ട്. ഇത് കേൾക്കുന്ന നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ചൊക്കെ. അവിടെയുള്ള ആളുകൾ, ഈ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ, ഒരുപക്ഷെ അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിന് രക്ഷപ്പെട്ടു എന്ന്. കാരണം കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അച്ഛനും അമ്മയും പെങ്ങന്മാരും മക്കളും, അങ്ങനെ ഓരോ ആളുകളും നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അവര് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടതിൽ സങ്കടപ്പെടുന്ന ആളുകളാവും. മരിച്ചു പോയാൽ അതല്ലേ നല്ലത് എന്ന് തോന്നുന്നുണ്ടാവും അവർക്ക്. കാരണം ഉറ്റവരും കൂട്ടുകാരും സുഹൃത്തുക്കളും രക്തത്തിൽ പിറന്ന ആളുകളൊന്നുമില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. എനിക്ക് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരിക, വാക്കുകൾക്ക് പിടുത്തം വരികയാണ്, തൊണ്ടയിലൊരു പിടുത്തം വരിക.
അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു അവസ്ഥയിലാണ് ചില ആളുകള്, ചില നായ്ക്കള്, ചില നാറികള്, ചില ചെറ്റകള് മറ്റേടത്തെ കമന്റുകളുമായിട്ട് രംഗത്ത് വരുന്നത്. ഇപ്പൊ ഇവരെ സംരക്ഷിക്കുക, ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി ഒരു കാര്യം പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. ആ പെൺകുട്ടി പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും, അതുപോലെ തന്നെ തുണിത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും. അതായത് വസ്ത്രങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഭക്ഷണവും കിട്ടുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ ആവശ്യം ഒരു ഷെൽട്ടറാണ്. ഇപ്പൊ വലിയ ബഹളങ്ങളുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. ശരിക്കും അവർക്കൊരു വീടില്ല, വീടൊക്കെ നശിച്ചു പോയി. ഇനി മുണ്ടക്കയത്തേക്ക് പോകാൻ കഴിയില്ല, അവർക്ക് വീടൊന്നുമില്ല, അതൊക്കെ നശിച്ചില്ലാണ്ടായി. ഇനി രണ്ടാമത് റീബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും അവിടെ ഒരു ടൗണ് പോലും ഇല്ല. എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഒരു ടൗണ് പോലും ഇല്ല, ഒക്കെ നശിച്ചു, ഒക്കെ പോയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് വീടാണ്, അല്ലെങ്കിൽ റൂംസ് ആണ്, അവർക്ക് പ്രൈവസി വേണം. അതൊക്കെ നമ്മൾ തകർത്തുകൊണ്ടിരിക്കുക. ചിലപ്പോ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒരുപാട് എന്താ പറയാ ഇതിന്, ചിലപ്പോൾ എന്നല്ല, ഒരുപാട് വിഷമങ്ങൾ അവർ മനസ്സിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ആ ജനക്കൂട്ടത്തിനിടയിലായതുകൊണ്ട് ഒന്ന് വിങ്ങിപ്പൊട്ടിപ്പോലും കരയാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ വീർപ്പ് മുട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷമം അത് കരഞ്ഞു തീർക്കാത്ത ആളുകൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അവർക്ക് ആ വിഷമം കരഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരത് ഉള്ളിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ ആയി മാറൂ. അത് ശരിക്കും അങ്ങനെയാണത്. വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോ ഒരു വീഡിയോ നിങ്ങൾ സൈഡിൽ കാണുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കെ. ആ സ്ഥലത്ത് മരങ്ങളും കല്ലും എല്ലാം ഒഴുകി വന്ന് ആ സ്കൂളിന്റെ ഭിത്തിയിലൊക്കെ ഇടിച്ച് കിടക്കുന്നുണ്ട്. വീട് നിന്നിരുന്ന സ്ഥലമാണ് അത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, വിശ്വസിക്കില്ല. ആ ഒരു രീതിയിലാണ്. നമ്മൾ പുതുതായിട്ട് മുണ്ടക്കയത്തേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കില്ല. ആ ഒരു രീതിയിൽ അതൊക്കെ തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ്. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യം വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. അതായത് ഈ വീഡിയോ ഇങ്ങനെ റീൽസിലാണെങ്കിലും ഇതിലാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ മനസ്സിനുണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, ആ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ കമന്റ് ഇട്ട ആളുകളൊക്കെ ഞാൻ പരമാവധി തെറി വിളിച്ചിട്ടുണ്ട്. ആ തെറികളിൽ നായ എന്ന് വിളിച്ചതിന് ഒരു ചേട്ടൻ അല്ലോ ചേച്ചിയോ ആരോ ഒരാൾ കമന്റ് ഇട്ടു പറഞ്ഞ നായ എന്ന് പറഞ്ഞ ജീവി അത് വളരെ സ്നേഹമുള്ള ജീവിയാണ്, ഒരിക്കലും അതിനെ ഇവരെ ഉപമിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ഞാനത് ഒഴിവാക്കി. അത് ഞാൻ മാപ്പും പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം മുണ്ടക്കയത്തും ചൂരൽമലയിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, തന്റെ യജമാനന് വേണ്ടിയിട്ട് തിരഞ്ഞു നടക്കുന്ന, ഇത്രയും നാൾ അന്നം തന്ന കൈകൾ തിരഞ്ഞു നടക്കുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്, വളർത്തു നായകളുണ്ട്. അവരെ ആ ഒരു ക്ലിപ്പിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്. കൂടെയുള്ളവരെല്ലാം പോയി, ആരുമില്ല. ആ മൃഗങ്ങൾ മാത്രം അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പൊ ഇനി മുണ്ടക്കയത്തേക്കും ചൂരൽമലയിലേക്കും ഒന്നും പോവാൻ കഴിയാത്ത രീതിയിൽ ആയി. ഇനി അവിടെ വാസയോഗ്യമല്ല. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും നഷ്ടപ്പെട്ടു. എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ട മറ്റാളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനി ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇനി അങ്ങോട്ട് പോകുമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്. ഒരു അമ്മച്ചി പറയുന്നത് അത് ഞങ്ങളുടെ നാടേ അല്ല, അത് ഏതോ ഒരു നാടായി മാറി എന്നുള്ളതാണ്. നമ്മളെ വീട്ടിലൊക്കെ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് അവിടെ അപ്പൊ ആരാണ് വെച്ചാൽ നമ്മളെ ഫാമിലീസോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അതൊന്നും അല്ലാത്ത ആളുകളും ഉണ്ടാവും അല്ലെ, മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എടുത്തു പോയിട്ട് അവിടെ എന്താന്ന് കറി, മീൻ കറിയാണോ, എന്നാ കുറച്ചിങ്ങോട്ട് താ എന്ന് പറയുകയും കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അതായത് എന്താണ് അവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ആളുകളൊക്കെ ഇല്ലേ, അവരൊന്നും ഇല്ല, ആരുമില്ല, ചുറ്റിലും ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ. അതാണ് ഇപ്പൊ മുണ്ടക്കയത്തുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ ഈ വൃത്തികെട്ട കമന്റ് ഇട്ട ആളുകൾക്ക് നല്ല രീതിയിൽ തല്ലും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഈ റിനോയി എന്ന് പറയുന്ന പയ്യനെ പൊക്കിയിട്ടൊന്നുമില്ല, പൊക്കി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പൊക്കിയിട്ടില്ല. IT സെല്ല് കേസും കാര്യങ്ങളൊക്കെ എടുത്തു എന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈ വിഷമം മനസ്സിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ആളുകൾ വീട്ടിൽ കയറിയിട്ട് ആക്രമിക്കുന്നത്, ഈ ഒരു വൃത്തികേടുകൾ പറഞ്ഞ ആളുകളെ ആക്രമിക്കുന്നത്. അത് നമുക്ക് ഒരിക്കലും തടഞ്ഞു വെക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞാൽ പോലും അയാൾ മാപ്പ് ചോദിച്ച് ഒരു വൃത്തികേട് പറഞ്ഞു, ആ വൃത്തികേടിന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ അത് പോട്ടെ ഇനി മാപ്പ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കും. പക്ഷേ ഭയങ്കരമായിട്ട് വിഷമം മനസ്സിലുള്ള ആളുകൾ, ഈ മുണ്ടക്കയത്ത് മരിച്ച ആളുകളോട് സ്നേഹമുള്ള ആളുകളുണ്ടല്ലോ, സഹജീവികളോട് സ്നേഹമുള്ള ആ ആളുകൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ പോലും കേൾക്കാതെ പോയി തല്ലും. അങ്ങനെയാണ് പല ആളുകൾക്കും. ജോർജിന് തല്ല് കിട്ടിയത് അങ്ങനെയാണ്, ഒരുപാട് ആളുകൾക്ക് തല്ല് കിട്ടിയത് അങ്ങനെയൊക്കെ തന്നെയാണ്.
അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം മോശപ്പെട്ട കമന്റുകൾ ഇട്ട ആളുകൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. അത് മാനസികപരമായിട്ട് എന്തോ പ്രശ്നമുള്ള എന്തോ തകരാറുള്ള ആളുകളാണ് അവർ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാറ്റി നിർത്തേണ്ടവർ മാറ്റി നിർത്തപ്പെടുക തന്നെ വേണം. അങ്ങനെ കമന്റ് ഇട്ട ആളുകളുടെ ഫോട്ടോ സഹിതം ആളുകൾ ഷെയർ ചെയ്യുക, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എൻ്റെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ഞാനിതൊക്കെ പറയുന്നുണ്ടാവുക. നിങ്ങളത് ഏത് രീതിയിൽ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് മിസ്സിംഗ് ആണ്. ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഒരുപാട് ആളുകളുടെ രേഖകൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ ഇനി എനിക്ക് അങ്ങോട്ട് നേരിട്ട് പോയിട്ട് ഇതൊക്കെ അന്വേഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് രക്ഷാപ്രവർത്തകർ അതുപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാനിതാ ഈ വീട്ടിലിരിക്കുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ എപ്പോഴോ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതാണ്, നമുക്ക് ഒരു രാഷ്ട്രീയ സംഘടനയിലും പ്രവർത്തിക്കുന്ന ആളല്ലാത്തത് കൊണ്ട് അവർ പോകുന്ന രീതിയിൽ അവരെ കൂടെ പോയിട്ട് അവിടെ എനിക്കിത് അന്വേഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളതായ രീതിയിൽ നമ്മുടെ റിസ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് തന്നെ എല്ലാതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ നഷ്ടപ്പെട്ടത് നമ്മുടെ കൂടെ ആളുകളാണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ കമന്റ് ഇടുന്ന വൃത്തികേടുകൾ കമന്റ് ഇടുന്ന ആളുകളെ നിങ്ങൾ ഒരിക്കലും ഒരു ഭയവും വേണ്ട, അവരുടെ ഫോട്ടോ സഹിതം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളും കിട്ടുമ്പോൾ വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു പക്ഷേ എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ ഈ ചാനലിന്റെ പേര് റയർ റീൽസ് നിന്നും സന്ദീപ് എടപ്പാൾ എന്ന ആക്കണമെന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യത്തെ എങ്ങനെ നോക്കി കാണുമെന്ന് വെച്ചാൽ അതൊന്ന് കമന്റും കൂടി ചെയ്യാം. ഓക്കെ.